Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bullnose brick is not used for A. rounding of sharp corners, B. pillars, C. decoration purpose, D. arches. ഓക്കെ, അപ്പൊ ബുൾനോസ് ബ്രിക്ക് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബുൾനോസ് ബ്രിക്കിന്റെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ആസ്തെറ്റിക് വാല്യൂവിനെ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. അത് നമ്മൾ നോക്കിയതാണ്. എഡ്ജസ് എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ റൗണ്ടിങ് ഓഫ് ഷാർപ്പ് കോർണേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും അല്ല, നമുക്കറിയാം. ഓക്കെ, ബിക്കോസ് ബുൾനോസ് ബ്രിക്കിന്റെ മെയിൻ പർപ്പസ് തന്നെ റൗണ്ടിങ് ചെയ്യാനാണ്. അപ്പോൾ ഇതെന്തായാലും അല്ല. നെക്സ്റ്റ് എന്താണ്? പില്ലേഴ്സിന് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷാർപ്പ് കോർണേഴ്സ് ആണുള്ളത്. ഓക്കെ, പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷാർപ്പ് കോർണേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഷാർപ്പ് കോർണേഴ്സിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ബൗണ്ടറിയിൽ നമ്മൾ എന്താണ്? ബുൾനോസ് ബ്രിക്ക് അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് പ്ലാൻ ആണ്. ഓക്കെ, പില്ലറിന്റെ പ്ലാൻ ആണ്. ഓക്കെ, അപ്പം അതിന്റെ ബൗണ്ടറിയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ബുൾനോസ് ബ്രിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ ബൗണ്ടറിയിൽ നമ്മൾ ബുൾനോസ് ബ്രിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. മനസ്സിലായോ? ബുൾനോസ് ബ്രിക്ക്, ഇതാണ് നമ്മുടെ ബുൾനോസ് ബ്രിക്ക്. ഓക്കെ, ബുൾനോസ് ബ്രിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ബുൾനോസ് ബ്രിക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം റെക്ടിഫൈ ആവുന്നത്? നമ്മുടെ ഷാർപ്പ് കോർണേഴ്സ് നമ്മൾ പ്രിവെന്റ് ചെയ്തു, അതേപോലെ ആസ്തെറ്റിക് വാല്യൂന് നമ്മൾ ഇംപ്രവൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ എന്തായാലും ബുൾനോസിനെ ഇവിടെ എഴുതിക്കുന്നത് എന്താണ്? ബുൾനോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ് ഫോർ പില്ലേഴ്സിന് നമ്മൾ യൂസ് ചെയ്യത്തില്ലെന്നാണ്. അപ്പോൾ അത് തെറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പില്ലേഴ്സിന് നമ്മൾ യൂസ് ചെയ്യും ബുൾനോസ് ബ്രിക്ക്. ക്ലിയർ ആണല്ലോ. തേർഡ് എന്താണ്? ഡെക്കറേഷൻ പർപ്പസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്? എസ്തെറ്റിക് വാല്യൂന് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്? എസ്തെറ്റിക് വാല്യൂവിൽ യൂസ് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും ആൻസർ അല്ല. പിന്നെ നമ്മുടെ ഓൺലി ഓപ്ഷൻ എന്താണ്? ആർച്ചസ് ആണ്. ആർച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആർച്ചസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആണ്. എന്താണ്? അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അതേപോലെ വെയിറ്റ് എന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് ദ മെറ്റീരിയൽ കുറച്ചുകൂടെ ലൈറ്റ് ആണ്. ഓക്കെ, സ്ട്രെങ്ത് കൂടുതലാണ്, അതേപോലെ വെയിറ്റ് ഓഫ് ദ മെറ്റീരിയൽ കുറച്ചുകൂടെ ലൈറ്റ് ആണ് ആസ് കമ്പയർഡ് ടു ബുൾനോസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആർച്ചസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി ഓപ്ഷൻസ് തെറ്റാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A pug mill is used for A. softening brick earth, B. molding brick earth, C. tempering brick earth, D. providing brick earth. ഓക്കെ, അപ്പൊ പഗ് മിൽ നമ്മൾ ഓൾറെഡി അതിന്റെ എല്ലാം കൺസെപ്റ്റ് നോക്കിയതാണ്. പഗ് മിൽ നമ്മൾ എവിടെയാണ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ടെമ്പറിംഗ് പർപ്പസ്. ടെമ്പറിംഗ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെമ്പറിംഗ് ഇൻ പഗ് മില്ലിനെ നമ്മൾ എന്താണ് പറയുന്നത്? ടെമ്പറിംഗ് ഇൻ പഗ് മില്ലിനെ നമ്മൾ പഗ്ഗിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഗ് മിൽ ഈസ് യൂസ്ഡ് ഫോർ ടെമ്പറിംഗ്. അതേപോലെ ടെമ്പറിംഗ് ഇൻ പഗ് മില്ലിനെ നമ്മൾ എന്താണ് പറയുന്നത്? പഗ്ഗിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, പഗ്ഗിങ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അറിയുന്ന പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ടെമ്പറിംഗ് ബ്രിക്ക് എർത്ത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം compressive strength of second class brick should be A. 70 kg per centimeter square, B. 90 kg per centimeter square, C. 100 kg per centimeter square, D. 120 kg per centimeter square. Okay, the minimum compressive strength ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, compressive strength ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിനിമം compressive strength, അതിന് മുന്നേ നമ്മൾ ഒരു പാരാമീറ്റർ മനസ്സിലാക്കണം. എന്താണ് പാരാമീറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ മിനിമം സ്ട്രെങ്ത് ഓഫ് ദ ബ്രിക്ക് അല്ലെങ്കിൽ മിനിമം സ്ട്രെങ്ത് ഓഫ് എനി ബ്രിക്ക്, അത് എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രയാണ്? 3.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. മിനിമം സ്ട്രെങ്ത് ഓഫ് എനി ബ്രിക്ക്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. റിപ്പീറ്റഡ് എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, മിനിമം സ്ട്രെങ്ത് ഓഫ് എനി ബ്രിക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, അതേപോലെ തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ എത്രയാണ് സ്ട്രെങ്ത്? 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതേപോലെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ എത്രയാണ്? 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതേപോലെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ എത്രയാണ്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 10 or 10.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 10 or 10.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിനിമം സ്ട്രെങ്ത് ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ഓക്കെ, 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? 70 kg per centimeter square or 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ഫ്രോഗ് മീൻസ് an apparatus to lift the stone, B.
a depression on a face of bricks, C, vertical joint in a brickwork, D, soaking brick in water. Okay, അപ്പൊ എന്താണ് ടേം ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കി ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്, ബ്രിക്കിന്റെ മേളിലുള്ള ഡിപ്രഷൻ. ഓക്കെ, അവിടെ നമ്മൾ ജനറലി മാനുഫാക്ചറിന്റെ പേരാണ് എഴുതുന്നത്, അതിന്റെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മോട്ടർ പ്രൊവൈഡ് ചെയ്യും, അപ്പോൾ നമുക്ക് നല്ല ബോണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെങ്തിനെ ഇൻക്രീസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഷിയർ കീ പോലെയും നമ്മുടെ മോട്ടർ ആക്ട് ചെയ്യും ഇൻ കേസ് അവിടെ നമ്മുടെ ഫ്രോഗ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അതും നമ്മുടെ കൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. The term frog means എന്താണ്? A depression on a face of brick. Clear ആണല്ലോ? Okay, next question. The process of mixing clay, water and other ingredients to make brick is known as A, tempering, B, kneading, C, pugging, D, molding. Okay, the process of mixing of clay, water and other ingredients. Already നമുക്കറിയാം മാനുഫാക്ചർ ബ്രിക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് മിക്സ് ചെയ്യും, ക്ലേനെ അതേപോലെ വാട്ടറിനെ ആഡ് ചെയ്യും, അതേപോലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കറക്റ്റഡ് പ്രൊപ്പോർഷൻസിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് ബ്രിക്ക് കിട്ടുന്നത്, ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പം മിക്സിങ് ക്ലേ അതേപോലെ വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ്, ആ പ്രോസസ്സിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടെമ്പറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ പഗ്ഗിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, പഗ് മിൽ നമ്മൾ ടെമ്പറിംഗിൽ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പ്രോസസ്സാണ് പഗ്ഗിംഗ്. ഓക്കെ, പഗ് മിൽ ടെമ്പറിംഗ് ചെയ്യുവാണ് ഇൻ പഗ് മിൽ. ഓക്കെ, ടെമ്പറിംഗ് ഇൻ പഗ് മിൽ, ടെമ്പറിംഗ് ഇൻ പഗ് മിൽ, അതിന് നമ്മൾ പഗ്ഗിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഓക്കെ, അതേപോലെ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഷേപ്പ് ആൻഡ് സൈസ്. റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്, മോൾഡിംഗ്. ഷേപ്പ് കൊടുക്കുക, റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് മോൾഡിംഗ്. ഓക്കെ, പിന്നെ നീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീഡിംഗ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ഓഫ് ക്ലേ, വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പാർട്ടിക്കലിനെയും നമ്മൾ മിക്സ് ചെയ്യുകയാണ്, വാട്ടർ, ക്ലേ അതേപോലെ ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ നീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എന്താണ്, നമ്മൾ ഗോതമ്പിനെ നല്ലോണം മിക്സ് ചെയ്യും വാട്ടറിന്റെ കൂടെ. ഓക്കെ, ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് നീഡിംഗ്. ക്ലിയർ ആണല്ലോ? അതേപോലെയാണ് ബ്രിക്കിന്റെ കേസും. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ പറയുന്നത് നീഡിംഗ്. ക്ലിയർ ആണല്ലോ? ഓക്കെ.